പല കാരണങ്ങൾ കൊണ്ടും ജഗദീപ് ധൻകർ വ്യത്യസ്തനാണ്. ജഗദീപ് ധൻകറിൻ്റെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള വരവ് തന്നെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുമായി നന്നായി ഇടഞ്ഞതിന് ശേഷമാണ്. അവിടെ തന്നെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു ജഗദീപ് ധൻകർ. BJPയെ സംബന്ധിച്ച് BJPയുടെ ശക്തമായിട്ടുള്ള ഒരു ബാറ്ററാണ്. ജാട്ട് സമുദായത്തിൽ നിന്നുള്ളൊരു നേതാവാണ്. 74 വയസ്സുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം ജഗദീപ് ധൻകറിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 27 വരെ കാലാവധിയുണ്ട് എന്നിരിക്കെ ജഗദീപ് ധൻകറിനെ ഇപ്പോൾ രാജിവെക്കാൻ പ്രേരിപ്പിച്ചത് എന്താവും എന്നതിലാണല്ലോ ചർച്ച. അത് യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട നോട്ടീസ് സ്വീകരിച്ചതാണെന്നൊരു പക്ഷം പറയുന്നു. പക്ഷേ വിഷയം ഇതാണ്, ഇറങ്ങാൻ നിർബന്ധിച്ചതാണോ എന്നുള്ളതാണ് ചോദ്യം. ഒഴിപ്പിച്ചത് ഉപരാഷ്ട്രപതിയെ. ഇതിനകത്തൊരു വിഷയം, ഒരു വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ രാജിവെക്കുന്നതിനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്, രീതികൾ അങ്ങനെയൊക്കെയാണ്. അത് പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ട. ഉപരാഷ്ട്രപതി രാജിക്കത്ത് കൊടുക്കുന്നു, ആ രാജിക്കത്ത് അംഗീകരിക്കുന്നു. ഉപരാഷ്ട്രപതിക്ക് പരാതിയില്ല, BJPക്ക് പരാതിയില്ല. പഴയൊരു മുദ്രാവാക്യമുണ്ട്, ഞങ്ങളുടെ കോൺഗ്രസ് ഞങ്ങളെ തല്ലിയാൽ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്നൊരു മുദ്രാവാക്യമുണ്ട് കേരളത്തിൽ. അത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീർത്തോളാം. നിയമവിരുദ്ധമൊന്നും അല്ലല്ലോ. ശരി, അതിലൊന്നും നമുക്ക് പരാതിയില്ല. ഉപരാഷ്ട്രപതി ഇനി പുതിയൊരു ഉപരാഷ്ട്രപതി വരുന്നു, ആ ഉപരാഷ്ട്രപതി 1 മാസം കഴിഞ്ഞ് അയാൾ പിന്നെയും രാജിവെച്ച് പോകുന്നു മറ്റൊരു ആരോഗ്യ കാരണത്താൽ. ഇതൊക്കെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് നടക്കട്ടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത്, ഇന്ത്യയുടെ ജനാധിപത്യത്തിനകത്ത്, ഇന്ത്യൻ ഭരണഘടന വഴി നിർമ്മിതമായിരിക്കുന്ന ഒരുപാട് ഭരണഘടനാ സംവിധാനങ്ങൾക്കും പദവികൾക്കും ഒരു തുടർച്ചയുണ്ട്, ഒരു രീതിയുണ്ട്. അവിടെ ഉപരാഷ്ട്രപതിയാണ്, വഴിയെ പോകുന്നൊരു മനുഷ്യനല്ല. അയാൾക്കൊരു യാത്രയപ്പില്ല, അയാൾക്കൊന്ന് സംസാരിക്കാൻ പോലും അനുവാദമില്ല. അങ്ങനെ ഒരു ദിവസം ഈ ഹയർ ആൻഡ് ഫയർ എന്ന് പറയും, സ്വകാര്യ കമ്പനിയിൽ നിങ്ങളെ പിരിച്ചുവിടുകയാണെങ്കിൽ ഇറങ്ങിക്കോ, പിങ്ക് സ്ലിപ്പ് കൊടുത്തു എന്ന് പറയും. നിങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ ജഗദീപ് ധൻകർ എന്ന BJPക്ക് വേണ്ടി വളരെ കാലം പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിൽ വിമർശനം ഉന്നയിച്ചത്, അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവന്നത് ഇതേ ജഗദീപ് ധൻകറിന് എതിരെയാണ്. അത്രയ്ക്കായിരുന്നു BJPക്ക് വേണ്ടി പരിധി വിട്ട് പല കാര്യങ്ങളും ചെയ്തത് ഈ ഉപരാഷ്ട്രപതി. ലോക്സഭയുടെ തലവൻ അയാൾ വിസ്മൃതിയിലേക്ക് പോവുകയാണ്. അതെന്തൊരു രീതിയാണ്? നിങ്ങളൊരാൾക്ക് അനിഷ്ടത്തിന് പാത്രമായാൽ അയാൾക്കെതിരെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരാളെ ഇറക്കി വിടുന്നത്, അത് വഴിയെ പോകുന്ന ആളല്ല എന്നുള്ളതാണ് വീണ്ടും എൻ്റെ പ്രശ്നം. ഒരു ഉപരാഷ്ട്രപതിക്ക് ഒരു മാന്യമായ യാത്രയപ്പ് പോലും കൊടുക്കാതെ, ഒരു വാക്കുപോലും താൻ നയിച്ച സഭയുടെ മുമ്പിൽ പറയാതെ ഒരാളെ പറഞ്ഞു വിടുന്നതിലൂടെ BJP, NDA സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഉപരാഷ്ട്രപതിയോട് ഇങ്ങനെയാണ് കാണിച്ചതെങ്കിൽ എന്താണ് രാഷ്ട്രപതിയോട് കാണിച്ചത്? 2023 മെയ് 28 ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം വരികയാണ്. ജനാധിപത്യ ഇന്ത്യ നിലയിൽ വന്നതിന് ശേഷം ഒരു പുതിയ പാർലമെൻറ്റ് മന്ദിരം സ്ഥാപിക്കുന്ന ചടങ്ങ്. അവിടെ രാഷ്ട്രപതി ഉണ്ടായിരുന്നില്ല, പകരം പ്രധാനമന്ത്രിയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദണ്ട് കൊണ്ടുവരുന്നു, ഒരു വടിയായിട്ട് ആളുകൾ മുമ്പേ പോവുകയാണ്. ഇതാണ് ഇനി മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നു. ആ ദണ്ട് അവിടെ സ്ഥാപിക്കുന്നു. വളരെ വലിയ ചടങ്ങാണ്. രാഷ്ട്രപതിയില്ല. അപ്പോൾ തിരിച്ച് ചോദ്യം, നിയമത്തിലുണ്ടോ, ഭരണഘടനയിലുണ്ടോ, നടപടിക്രമങ്ങളിലുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾ ഒഴിവാക്കി വിട്ട ആൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഈ പദവിയോടുള്ള ബഹുമാനം എന്താണ്? അപ്പോൾ ഉപരാഷ്ട്രപതിയോട് മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രപതിയോടും ആ പദവിയോടും ഒരു തരത്തിലുമുള്ള ബഹുമാനം കാണിക്കാത്ത ഒരു രീതിയാണ് നടന്നു വന്ന് പോരുന്നത്. അതുകൊണ്ട് രാഷ്ട്രപതിയോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറോട് ഇങ്ങനെയേ കാണിക്കൂ എന്നുള്ളതാണ്. ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ജഗദീപ് ധൻകർ വളരെ സജീവമായി സഭയെ നിയന്ത്രിച്ച് അന്ന് വൈകുന്നേരം 5:15 ഇറങ്ങുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ ജഗദീപ് ധൻകറിന് എനിക്ക് ആരോഗ്യ പ്രശ്നമാണെന്ന് പറഞ്ഞ് രാജിവെക്കുകയാണ്. ഇന്ത്യയിലെ ഒരു കുഞ്ഞും BJPക്കാർ പോലും ഇത് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു വിഷയമല്ല. രാജിവെക്കാൻ മുകളിൽ നിന്ന് കൽപ്പിച്ചു. ആ കൽപ്പന അനുസരിച്ച് അയാൾ ഇറങ്ങിപ്പോവുകയാണ്. അയാൾക്കൊരു വാക്കുപോലും പറയാനുള്ള അനുവാദമില്ല. രാഷ്ട്രപതി ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം വരുമ്പോൾ ആ ചിത്രത്തിലേ ഇല്ല. ഇതൊരു തുടർച്ചയാണ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും മാത്രമല്ല ഈ കാര്യത്തിൽ ഇരയായിട്ടുള്ളത്. ഒന്ന് ഓർമ്മയുണ്ടോ, പഴയ ഈ പെഗാസിസ് സോഫ്റ്റ്വെയർ വിഷയം വലിയ വിവാദം ഉണ്ടായി. കോടതി ചോദിച്ചു, പെഗാസിസ് സോഫ്റ്റ്വെയർ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ? ഉത്തരമില്ല. കോടതി പല പ്രാവശ്യം ആവർത്തിച്ചു, അങ്ങനെ ഉണ്ടോ ഇല്ലയോ? ആ കേസ് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഒരു അന്വേഷണ സമിതിയെ വെച്ചു. ആ സമിതിയുടെ റിപ്പോർട്ട് വായുവിൽ ഇങ്ങനെ അലിഞ്ഞു, അതങ്ങനെ അങ്ങ് പോയി.
ഈ വിഷയം തുടങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ആദ്യത്തെ ഒരു ദിവസം വളരെ വലിയ ആശങ്കയായിരുന്നു. എന്തായിരുന്നു കാര്യം, ശരിക്കും അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖമാണോ? അതിനുശേഷം നമുക്ക് മനസ്സിലായി ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ നിന്ന് പണം പിടിക്കുന്നു, ആ പണത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ വരുന്നു, ഇയാളെ പുറത്താക്കേണ്ടതാണെന്ന് കോടതികൾ ഒന്നടങ്കം തീരുമാനിക്കുന്നു. അതിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു, ഇയാളെ പുറത്താക്കാനുള്ള പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. അത് ലോക്സഭയിൽ BJP കൊണ്ടുവരുമ്പോൾ രാജ്യസഭയിൽ പ്രതിപക്ഷവും ഒരു പ്രമേയം കൊണ്ടുവരുന്നു. ആ പ്രമേയം ഇദ്ദേഹം അംഗീകരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതായത് അഴിമതിക്കെതിരായ യുദ്ധത്തിൽ ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷത്തിനും ഒരു അവസരമുണ്ട്, അവരും പറഞ്ഞിരുന്നു എന്നുള്ള ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ ഇദ്ദേഹം എങ്ങനെയോ സഹായിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ള അനിഷ്ടം. അതുമാത്രമല്ല കേട്ടോ, ഒരു ജഡ്ജിയുടെ പേര് കൂടെ പറയണം. കഴിഞ്ഞ വർഷം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലീഗൽ സെല്ലിൽ ഒരു ഹൈക്കോടതി ജഡ്ജി, ഇതുപോലെ തന്നെ ഒരു ഹൈക്കോടതി ജഡ്ജി, അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ്, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഭൂരിപക്ഷമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഭൂരിപക്ഷത്തിൻ്റെ നയമാണ് നടക്കേണ്ടത്, അതുകൊണ്ട് കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കിയേ പറ്റൂ, കാരണം ഭൂരിപക്ഷം അത് ആഗ്രഹിക്കുന്നു. അന്ന് വലിയ ബഹളമുണ്ടാവുകയും അതേ വ്യക്തിക്കെതിരെ ഇതുപോലെ തന്നെ പ്രതിപക്ഷം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു, ഒരു എക്സിറ്റ് മോഷൻ കൊണ്ടുവന്നിരുന്നു. ഈ വിഷയം ഉണ്ടായ അതേ ദിവസം തന്നെ പാർലമെൻറ്റിൽ ജഗദീപ് ധൻഖർ ആ കടലാസ് അന്ന് ഒപ്പ് എത്ര പേരിട്ടു എന്നതിനെക്കുറിച്ചൊക്കെ വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതും ഞാൻ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇതോടുകൂടിയാണ് വിഷയമായത്. സ്വന്തം നിലയ്ക്ക് സഭയുടെ പരമാധ്യക്ഷൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അധികാര പരിധി എന്താണെന്ന് ഒന്ന് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ തുടങ്ങിയതാണ് ഈ അനിഷ്ടം. 2 വിഷയങ്ങൾ ഒരു ദിവസം. ആരായി പറയുന്നത്? ഗവർണർമാരെ അതാത് പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന നാട്ടിലേക്ക് വിട്ട് അവിടെ പരമാവധി കുഴപ്പങ്ങളുണ്ടാക്കി, അവിടെ പരമാവധി പ്രശ്നങ്ങളുണ്ടാക്കി, അവിടെ ഭരണസ്തംഭനം നടത്തിക്കാൻ ഹിറ്റ് ഗ്യാങ്ങിനെ അയക്കുന്ന പോലെ അയച്ച BJP ആണ് ഈ പറയുന്നത്. അന്ന് അവരെന്താ പറഞ്ഞത്? ഗവർണർക്ക് ഇത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ നമ്മുടെ സർവകലാശാലകൾ പറയുന്നു സ്റ്റാറ്റ്യൂട്ടിലുണ്ട്, ചാൻസലർക്ക് ചെയ്യാം, ഗവർണർക്ക് ബില്ലുകൾ തടഞ്ഞു വയ്ക്കാം, ഇനി റീസണബിൾ ടൈം നിങ്ങൾ ഇത് ഒപ്പിടണമെന്ന് പറഞ്ഞാൽ, ഈ റീസണബിൾ ടൈം എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ 4-5 വർഷമാകാം, അതാണ് നിയമം എന്നാണ് പറയുന്നത്. ഒടുവിൽ കോടതി പറഞ്ഞു അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. അതേ സമയത്ത് ഉപരാഷ്ട്രപതിക്ക് സഭയുടെ തലവനായി വരുമ്പോൾ, രാജ്യസഭയുടെ തലവനായി വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അയാൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് വിഷയമായി, അത് പ്രശ്നമായി. ചുരുക്കത്തിൽ ഭരണഘടനാ സംവിധാനങ്ങളോടുള്ള, ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള ഒരു തരത്തിലുമുള്ള ബഹുമാനമില്ലായ്മയും നിസ്സാരവൽക്കരണവുമാണ് ജഗദീപ് ധൻഖറിൻ്റെ എക്സിറ്റിൽ നമുക്ക് പറയാനുള്ളത്. ജഗദീപ് ധൻഖറെ പുറത്താക്കിയതിലല്ല പ്രശ്നം, ജഗദീപ് ധൻഖർ രാജിവെച്ചതിലല്ല പ്രശ്നം, ആ രാജി നടത്തിയ രീതിയാണ് പ്രശ്നം. ആ രീതി ഇന്ത്യയിലെ ഡൽഹി ഭരിക്കുന്ന സർക്കാരിൻ്റെ മുന്നണിയുടെ മനോസ്ഥിതിയാണ് കാണിക്കുന്നത്. ഞങ്ങൾ തീരുമാനിക്കും, അത് ഞങ്ങൾ നടപ്പിലാക്കും. കീഴ്വഴക്കങ്ങൾക്കും നിയമങ്ങൾക്കുമൊന്നും അല്ലെങ്കിൽ വഴക്കങ്ങൾക്കുമൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്ന് ഒരു ലജ്ജയുമില്ലാതെ പറയുന്ന ഒരു സംവിധാനമാണ്. ഇതേ സമയത്ത് തന്നെയാണല്ലോ നമ്മളിപ്പോൾ ബീഹാറിൽ ഒരു 10-30 ലക്ഷം വോട്ടർമാർ പുറത്തു പോകുന്ന ഒരു സംഭവം കാണുന്നത്. 1-2 അല്ലേ, 30 ലക്ഷമാണ്. 7.5 കോടി ജനമുള്ള ഒരു നാട്ടിൽ 30 മുതൽ 50 ലക്ഷം വരെയുള്ള ആളുകൾ പുറത്തു പോവുകയാണ്. എന്താ അതിൻ്റെ പേര്? സ്പെഷ്യൽ ഇൻറ്റൻസ് റിവിഷൻ. അതനുസരിച്ച് ആധാർ കാർഡ് പോലും നിങ്ങളുടെ വോട്ടർ റൈറ്റ് തെളിയിക്കാനുള്ള രേഖയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കോടതി ചോദിച്ചു, അതായത് സുപ്രീം കോടതി ചോദിച്ചു, ആധാർ കാർഡോ റേഷൻ കാർഡോ എന്തിന്, ഇലക്ഷൻ അല്ലേ, ഇലക്ട്രൽ കാർഡെങ്കിലും സമ്മതിക്കുമോ? അത് പറ്റില്ല എന്ന് പറയുന്നു. അത് പറ്റില്ലെന്ന് മാത്രമല്ല, ആ വിഷയം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ കാണുന്ന വാർത്ത കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തീരുമാനം നടപ്പിലാവുകയാണ്. 30 ലക്ഷമോ 50 ലക്ഷമോ അതിനിടയ്ക്കുള്ള ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. സുപ്രീം കോടതിക്ക് സൗകര്യമുള്ളത് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ സുപ്രീം കോടതിയോടും വെല്ലുവിളിയാണ്. എന്തുകൊണ്ടാണ്? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അങ്ങനെ ചെയ്യാനുള്ള അധികാരമുണ്ട്, സമ്മതിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസമാണോ സാർ ഇങ്ങനെ ഒരു നടപടി നടത്തേണ്ടത്? അങ്ങനെ ഒരു നടപടി നടത്തിയാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അത് തിരുത്താനുള്ള അവസരമുണ്ടോ? ഇല്ല. 1 വർഷം കഴിഞ്ഞ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ, എന്താ കേരളത്തിൽ ചെയ്യാത്തത്? 4 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, എന്താ അവിടെ ചെയ്യാത്തത്? തെരഞ്ഞെടുപ്പിൻ്റെ തലേ മാസം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ 30 മുതൽ 50 ലക്ഷം വരെയുള്ള ആളുകളെ പുറത്താക്കാൻ പോവുകയാണ്, അതും നിയമവിധേയമാണ്. അപ്പോൾ ജഗദീപ് ധൻഖറെ പുറത്താക്കിയത് നിയമവിധേയം, രാഷ്ട്രപതിയെ പാർലമെൻറ്റിനുള്ളിൽ കയറ്റാതിരുന്നത് അത് നിയമവിധേയം,
പെഗാസസിൻ്റെ കാര്യത്തിൽ അത് നിയമവിധേയം. കാരണം ഞങ്ങൾക്ക് അങ്ങനെ എല്ലാ കാര്യവും പറയേണ്ട കാര്യമില്ല. ഏറ്റവും അവസാനം വോട്ടർമാരെ പുറത്താക്കുമ്പോൾ അതും നിയമവിധേയം. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഇതുവരെ വരുന്ന രീതികളോട്, ഇതുവരെയുള്ള വഴക്കങ്ങളോട് ഒരു തരത്തിലും വില കൽപ്പിക്കാതെ എന്തും ചെയ്യും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സർക്കാരിൽ നിന്ന് ഇതിലപ്പുറം പ്രതീക്ഷിക്കണം. ഇതിനിടയിൽ ഇല്ലാതായി പോകുന്നത് നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ, നമ്മുടെ ഭരണഘടനാ രീതിയുടെ നല്ല വഴക്കങ്ങളാണ്. ആ വഴക്കങ്ങളാണ് ഇല്ലാതായി പോകുന്നത്. ജഗദീപ് ധൻഖർ ഒരു പക്ഷേ ഈയിടയ്ക്ക് ഒരാൾ ട്വിറ്ററിൽ പറഞ്ഞാണ്, ജഗദീപ് ധൻഖർ ഇത് അർഹിക്കുന്നു. കാരണം പശ്ചിമ ബംഗാളിൽ പോയി ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ ചില്ലറയൊന്നുമല്ല. പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിനെതിരെ നടത്തിയ വിമർശനങ്ങൾ, പ്രതിപക്ഷത്തിനെതിരെ നടത്തിയ നിശിതമായ നടപടികൾ എല്ലാം ജഗദീപ് ധൻഖർ ചെയ്തതാണ്. ഒരു കോടാലി കൈ പോലെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ജഗദീപ് ധൻഖർ. അയാൾക്കെതിരെ മറ്റൊരു കോടാലി പ്രവർത്തിച്ചു, വിധിയാണ്. പക്ഷേ ജഗദീപ് ധൻഖർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയതുകൊണ്ട് ഞാൻ വേദനിക്കുന്നു. കാരണം അങ്ങനെയല്ല ഒരു ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പരമോന്നതമായ ജനസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത്. ഇങ്ങനെയല്ല ഒരു ഉപരാഷ്ട്രപതിയെ ഇറക്കി വിടേണ്ടത്. കാലം ഇതിന് കണക്ക് ചോദിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.